അപ്പം രാവിലെ നമ്മൾ റിയാദിലോട്ട് പോവുക. ഇന്ന് വേറെ സൈറ്റാണ്. ഇപ്പോൾ പോകുമ്പോൾ പമ്പിലുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ബാക്കിൽ അടിപൊളി മലകളൊക്കെ കാണാം. പച്ചപ്പൊന്നും ഇല്ലാന്നേ ഉള്ളൂ. വിശന്നുകൊണ്ട് ഒരു സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. പൊറോട്ടയും മുട്ടയും സാൻഡ്വിച്ച്. എന്നിട്ടും വിശപ്പ് മാറിയില്ല. കുറച്ച് മുന്തിരി എടുത്ത് കഴിച്ചു. പിന്നീട് വണ്ടി കയറിയിരുന്നു. കാറ്റത്തിങ്ങനെ മുടിയൊക്കെ പറക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നീട് ഇപ്പം റിയാദിലോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല ചുവപ്പ് മണ്ണാണ്. നമ്മളെ ഹഫൂഫിലൊക്കെ വന്നിട്ട് വൈറ്റ് കളർ മണ്ണാണ്. അങ്ങനെ ചുവന്ന മണ്ണും ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ചുവന്ന മണ്ണ് നമുക്ക് പിന്നീടെങ്കിലും കുറച്ചെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ നോക്കാൻ പറ്റും. നമ്മളെ ഹഫൂഫിലോട്ടൊക്കെ ഉള്ള ജഫുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള മണ്ണ് ഫുള്ളും ഭയങ്കര വൈറ്റ്. അത് നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ല. ഇതിപ്പോൾ ദൂരെ കുറേ ഒട്ടകമൊക്കെ ഉണ്ട്. ഒട്ടകമൊക്കെ നമുക്കിങ്ങനെ കാണാം. എവിടെ പോയാലും കുറേ ഒട്ടകവും ആൾക്കാരും ഉണ്ട്. അത് മസ്റ്റാണ്. എവിടെ പോയാലും അവരുണ്ട്. അങ്ങനെ അവരും അവരുടെ വണ്ടി കാണാം, അവരുടെ കൂടാരം കാണാം, ഒട്ടകങ്ങളിങ്ങനെ നടന്നു പോകണ കാണാം. എന്നിട്ട് നമ്മളെ വണ്ടി ഒതുക്കി വെച്ചേക്കുക. കുറച്ച് പേർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയുണ്ട്. വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേക്കുക. ഇതാ നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് അടുത്തേക്കുള്ള ഒരു പെട്രോൾ പമ്പിന് മിനിമം 150 കിലോമീറ്റർ ദൂരം. ഇവിടെയൊക്കെ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, വേറെ ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട്. സൈറ്റിലെത്തി നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ക്ലയൻറ്റിൻ്റെ ആയിരുന്നു എല്ലാം അപ്രൂവൽ എടുത്തു. എല്ലാം വെരിഫൈ ചെയ്ത് നോക്കുക ഓക്കെ ആണോ. പിന്നീട് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് ചോറ് പന്നെല്ലാം ഉണ്ട്. ആപ്പിൾ കഴിച്ചു. എന്നിട്ട് വിശപ്പ് മാറിയില്ല. റൂമിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു. പിന്നീട് വൈകിട്ടായപ്പോൾ റൂമിലെത്തി മാഗി ഉണ്ടാക്കി കഴിച്ചു.